എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ശിവനെ ചവിട്ടി നിൽക്കുന്ന രൂപം അതാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. രാവിലെ പോർക്കാളി, ഒരു 9 മണിയാകുമ്പോഴേക്കും ദുർഗാരൂപത്തിലെത്തുന്നു, രാത്രി മഹാകാളിയിലെത്തുന്നു. ഈ ലോകത്തെ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല ദിവസങ്ങളും വിശേഷ ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുന്നത് വെളുത്തവാവും കറുത്തവാവാണ്. എൻ്റെ അച്ഛനെ ഓർമ്മ ഇപ്പോൾ തിരിച്ചു വരാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയായിട്ട് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ എൻ്റെ റൂമിൽ ഞാൻ കുടിയിരുത്തും, എൻ്റെ അമ്മയായിട്ടിരിക്കാം. അപ്പോൾ ആ ശ്വാസം കൊടുത്ത് അതിന് ജീവൻ്റെ ഒരു സ്രോതസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ഓരോ മന്ത്രങ്ങളിലൂടെയും ഓരോ പൂജയിലൂടെയും ഓരോ ദിവസം എത്തുമ്പോഴേക്കും അതിന് ശക്തി വരുന്നു. കാരണം ആ ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് നമ്മളവിടെ നിൽക്കണം, എന്നിട്ട് ആ ഗണപതി മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലണം. പതുക്കെ പതുക്കെ ഞാൻ യുക്തിവാദി ലൈനിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ദൈവമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. വെള്ളിയാഴ്ച അങ്ങോട്ട് പോകാൻ പാടില്ല, പിന്നെ കൊടി കയറ്റം കാണണം, കൊടി ഇറക്കവും കാണണം. ഇത് വിഷ്ണുമായ എന്ന ചൈതന്യം എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പറയുന്നത് ഈ സൈഡിൽ വന്ന് നിൽക്കും, കൃത്യമായിട്ട് അവിടെ വന്ന് നിൽക്കും. അവിടെ എവിടെയോ മണ്ണിൻ്റെ അടിയിൽ ചെതറി വീണ് കിടക്കുന്നുണ്ട് നിങ്ങളെ ചൈതന്യം. ഭദ്രകാളി മൂർത്തിയാണ് ആ ചൈതന്യം. ഒരിക്കലും ഈ ദശയിലേക്ക് വരും ഞാൻ ചിന്തിച്ചും കൂടിയില്ല. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞങ്ങളിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ശ്രീ രാഹുൽ പള്ളത്തിനെയാണ്. അദ്ദേഹം അമ്മയുടെ, സാക്ഷാൽ ദേവിയുടെ ഒരു ഉപാസകനാണ്. കുറേ നാളായി അദ്ദേഹത്തെ ഒന്ന് അബാക്കിലേക്ക് വിളിക്കണമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കും നമ്മുടെ തിരക്കും ഒക്കെ ആയിട്ട് ഇന്നാണ് അതിനൊരു സമയമായത്. എന്തായാലും സ്വാഗതം ശ്രീ രാഹുൽ. താങ്ക്സ്, ഒരുപാട് നന്ദി. ഞാൻ അബാക് മീഡിയയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭാഗ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു ഇവിടെ വന്ന് ഈ സീറ്റിലിരിക്കാൻ പറ്റിയതും. ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും. അപ്പം ഞാൻ അങ്ങയെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് നാളായി അങ്ങേ അറിയാം, അങ്ങയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയത് നിയോഗം പോലെ അമ്മയിലേക്ക് വന്ന ഒരാൾ, അതായത് അമ്മയുടെ ഈ പറയുന്നത് പോലെ അമ്മയെ അറിയാനും അമ്മയുടെ കാര്യങ്ങളിലേക്ക് പോകാനും ഒക്കെ ഒരു വലിയ നിയോഗം. യഥാർത്ഥത്തിൽ കൊച്ചിയിൽ ജീവിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അതിൽ നിന്നാണ് സാക്ഷാൽ ദേവിയുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ആ കഥ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? സത്യത്തിൽ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ജനസേവന കേന്ദ്രവും പിന്നെ LLB ഡിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ നോക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ബിസിനസ്സും ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ അന്നും ഇന്നും. എനിക്കൊരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാൻ നോക്കി. ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയെ നോക്കുന്ന പോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ ദേവിയെയും സംരക്ഷിക്കാൻ നോക്കി. അതുമാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങിയാൽ കൊച്ചിയിലായിരുന്നു ഞാൻ വളർന്നത്. സിനിമയും അതിനോട് ചുറ്റുപാട് അടിച്ചുപൊളിയും ഈ ലൈഫ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഇന്ന് എൻ്റെ ലൈഫ് കിടക്കുന്നത് വേറൊരു ലൈനിലാണ്. ഒരിക്കലും ഈ ദശയിലേക്ക് വരുമെന്ന് ഞാൻ ചിന്തിച്ചും കൂടിയില്ല. കാരണം ഞാൻ നോർമലി ആദ്യ കാലഘട്ടത്തിൽ ഒരു നോർമൽ വിശ്വാസിയായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാകുമോ, നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജോത്സ്യൻ്റെ അടുത്ത് പോകും, ഫാമിലി അടക്കം ജോത്സ്യൻ്റെ അടുത്ത് പോകും. ആ ഒരു പ്രശ്നം വെച്ച് പറയും പുഷ്പാഞ്ജലി ഏഴാഴ്ച ചെയ്യണം, ഗണപതി ഹോമം ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യും. എന്നിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോ? എനിക്ക് ഇന്ന് വരെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ ദൈവത്തോട് നമ്മൾ സ്വയം പറയണം. ഇത് ഗണപതി ഹോമം പറയും, ഒരു ഗണപതി ഹോമം ചെയ്യണം. എന്നിട്ട് തിരുമേനി പറയും ഒരു 9 മണിയാകുമ്പോൾ ഒന്ന് മേടിച്ചോ പ്രസാദം. അതുകൊണ്ട് ഒരു ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ആ ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് നമ്മളവിടെ നിൽക്കണം, എന്നിട്ട് ആ ഗണപതി മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലണം. അതിനൊപ്പം തന്നെ ആ ഗണപതി ഹോമത്തിൽ അർപ്പിക്കുന്ന ആയുർവേദ ഇതില്ലേ, ഇതിൽ നിന്ന് കിട്ടുന്ന ആ പുകയില്ലേ, അഷ്ടദ്രവ്യങ്ങൾ. ഈ അഷ്ടദ്രവ്യങ്ങൾ, ആ പുക നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ സറൗണ്ടിങ്ങിനെ പോസിറ്റീവ് ആക്കും. നെഗറ്റീവ്സിനെ കളഞ്ഞിട്ട് പോസിറ്റീവ് ആക്കും. ഞാൻ മിക്കവാറും ഗണപതി ഹോമം ചെയ്യുന്ന എവിടെയാണ്, നമ്മളൊരു പുതിയ വീട് മേടിക്കുന്നു. ഇപ്പോൾ ഒരു 6 ഉപയോഗിക്കാത്തൊരു വീട്, നമ്മൾ ആ വീട്ടിലേക്ക് മാറുന്നു. ആ വീട്ടിൽ നമ്മൾ കാണാത്ത അണുക്കളുണ്ടോ? ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണുന്നുണ്ട് ഈ മുഖത്തെ അണുക്കൾ, ഇതൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ കയറി വരുന്നത്. ഇതേപോലെ ഒരുപാട് അണുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനെ ഇല്ലാതാക്കി പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഗണപതി ഹോമം നടത്തുന്നത്. പിന്നെ നമുക്ക് ആ ഗണപതി ഇതിലൂടെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഏത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ പ്രഥമ സ്ഥാനം ഗണപതിക്കാണ്. അതായത് ഫസ്റ്റ് ഒരു ഗുരുനാഥന് മുമ്പ് തന്നെ ഗണപതി തൊട്ടിട്ട് വേണം ഗുരുനാഥന് ചെയ്യാൻ. അപ്പോൾ അത്രയും ഒരു പ്രഥമ സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നൊരു വീട്, അവിടെ താമസിക്കുമ്പോൾ മുമ്പ് ഗണപതി ഒന്ന് ബഹുമാനിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിഘ്നം ഒരു നല്ലതായിട്ട് ചിന്തിക്കും. അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇനിയപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതെ, ഞാൻ ആ ലൈഫിൻ്റെ ഇടയ്ക്ക് അച്ഛന്
എന്നും ഇഷ്ടം ഗ്രാമീണ ഭംഗി, ഒരു അമ്പലം, കുളം, ഇതൊക്കെ വേണമെന്ന്. അപ്പോൾ അച്ഛൻ ആഗ്രഹത്തിനനുസരിച്ച് അച്ഛൻ പതുക്കെ കൊടകരയ്ക്ക് എത്തി. എൻ്റെ അച്ഛൻ്റെ വീട് പുത്തഞ്ചിരാണ്, അമ്മയുടെ വീട് നെല്ലായാണ്. അപ്പോൾ എല്ലാ അതിന് ചുറ്റൊരു സ്ഥലത്ത് തന്നെ, കൊടകര എന്ന സ്ഥലത്ത് ഞാൻ എത്തി. ഇവിടെ വന്നിട്ട് ഞാൻ ബിടെക് ആയിരുന്നു, അതിനുവേണ്ടി സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, സിനിമയിൽ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫ് സാധാരണ ലൈഫ് തന്നെയാണ്, അല്ലാതെ ഒരു ആത്മീയ ലൈഫൊന്നും അല്ല. ഞാൻ ഒരിക്കലും ഇപ്പോഴും പറയുന്നത് എനിക്ക് വലിയ നോളജ് ഇല്ല ആത്മീയതയെ കുറിച്ച്. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ലൈഫിൽ. അത് ചിലപ്പോൾ കോയിൻസിഡൻസ് ആയിട്ട് പറയാം, തീർച്ചയായിട്ടും. കാരണം വിശ്വാസികൾക്ക് അത് ഒരു അനുഭവമായിട്ട് റിസൾട്ടായിട്ട് വേണമെങ്കിൽ പറയാം. അല്ലാത്തവർക്ക്, കളിയാക്കുന്നവർക്ക് അതൊരു കോയിൻസിഡൻസ് മാത്രമേ എന്ന് പറയുള്ളൂ. ഞാൻ ഒരിക്കലും അത് വാദിക്കുന്നില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കാൻ റെഡിയുള്ളൂ. ഇതൊരിക്കലും ദൈവം എനിക്ക് തന്നെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആസ് എ സ്പിരിച്വൽ മൈൻഡിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം എനിക്ക് അനുഗ്രഹിച്ച് തന്നതാണ്, അതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കൊടകര എന്ന ഗ്രാമത്തിലെത്തി. എൻ്റെ ലൈഫിൽ ഒരുപാട് അല്ല, അത് പറയുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞു നോർമൽ വിശ്വാസി, ഇവിടുന്ന് പതുക്കെ ഒന്നും റിസൾട്ട് കിട്ടാതെ ആകുമ്പോൾ നോർമൽ പതുക്കെ ഞാൻ യുക്തിവാദി ലൈനിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ദൈവം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി, ഈ ലോകത്ത് ഇതൊക്കെ വെറുതെയാണെന്ന് മനസ്സിലാക്കി. അതിന് കാരണം എല്ലാത്തിനും നമുക്ക് ഹിന്ദുത്വത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിർബന്ധ ആചാരങ്ങൾ. വെള്ളിയാഴ്ച കിടക്കാൻ പാടില്ല, ചൊവ്വാഴ്ച കിടക്കാൻ പാടില്ല, അങ്ങനെ അന്ധമായ കുറേ വിശ്വാസങ്ങളുണ്ട്. യഥാർത്ഥ വിശ്വാസങ്ങളുണ്ട്, പക്ഷെ അന്ധമായ ഒരുപാട് സ്ട്രിക്ട്ലി നമ്മളെ കുറേ ഫോളോ ചെയ്യിപ്പിക്കുന്ന ചടങ്ങുകളുണ്ട്. ഹിന്ദുത്വത്തിൽ ഫ്രീഡം ഉണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ വീടുകളിൽ ഉണ്ട്. വെള്ളിയാഴ്ച അങ്ങോട്ട് പോകാൻ പാടില്ല, പിന്നെ കൊടി കയറ്റം കാണണം, കൊടി ഇറക്കവും കാണണം. ഇങ്ങനെ ഒരുപാട് പല ചടങ്ങുകളിലും ഇങ്ങനെ നിർബന്ധ ആചാരങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ പതുക്കെ ഹിന്ദുത്വത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. കാരണം ഹിന്ദുത്വം നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ വാല്യൂ മനസ്സിലാകുമ്പോൾ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ഞാൻ നോർമലി ഒരു യുക്തിവാദിയിൽ നിന്ന് പതുക്കെ ഞാൻ ഈ ഒരു വിശ്വാസം ലെവലിലേക്ക് എനിക്ക് തിരിച്ചെത്താൻ പറ്റിയത് എന്നെ സഹായിച്ചത് വിഷ്ണുമായ എന്ന പരബ്രഹ്മമാണ്, വിഷ്ണുമായ സ്വാമി. ആ വിഷ്ണുമായ സ്വാമിയാണ് എന്നെ മുന്നോട്ട് നയിപ്പിച്ചത്. വിഷ്ണുമായ സ്വാമി എൻ്റെ ഒപ്പം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലല്ലാതെ ഒരുപാട് സ്ഥലത്ത് എൻ്റെ ലൈഫിൽ കൂടെ നിന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ചിരിയും കളിയൊക്കെ ആയിരിക്കാം, പക്ഷേ പറയാൻ ശ്രമിച്ചാൽ ഞാൻ മിക്കവാറും ഉപാസന ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കും ഞാനൊരു ഉപാസന ചെയ്യുന്ന ഒരു കുഞ്ഞു കുട്ടിയായിട്ട് ചിന്തിച്ചാൽ മതി, എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഞാൻ ഉപാസന ചെയ്യുന്നത് ഒരു ചിത്രശലഭം വന്നിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പതുക്കെ ഞാൻ ഈ ചിത്രശലഭത്തെ കാണും. അപ്പോൾ ഇത് വിഷ്ണുമായ എന്ന ചൈതന്യം എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പറയുന്ന ഈ സൈഡിൽ വന്ന് നിൽക്കുമോ, കൃത്യമായിട്ട് അവിടെ വന്ന് നിൽക്കും. അപ്പം അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഫീലിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സംതിങ് ദെയർ ഈസ്, എവിടെയോ ഒരു സുപ്രീം പവർ ഉണ്ട്. വലിയ ആൾക്കാർ പറയുന്ന പോലെ സുപ്രീം പവർ എന്നല്ല പറയുന്നത്, ഞാനും അത് തന്നെ പറഞ്ഞു. എവിടെയോ ഒരു സുപ്രീം എനർജി ഉണ്ട് നമുക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും നമുക്ക് ഭൂമിക്ക് ചുറ്റും എവിടെയോ ഒരു സുപ്രീം പവർ ഉണ്ട്. കാരണം ഭൂമിയിലെ എല്ലാ മനുഷ്യൻ്റെ ജീവൻ്റെ കണിക നിലനിൽക്കുമെങ്കിൽ അതിനൊരു റീസൺ, ഒരു ഉദ്ഭവം സുപ്രീം പവർ എന്നായിരിക്കാം. അങ്ങനെ വിഷ്ണുമായ സ്വാമിയിൽ നിന്ന് എൻ്റെ മുന്നോട്ട് പോകുന്ന ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ ഒരു വർഷമായിട്ട് ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ വന്നു. നോർമലി ഒരു വർഷമായിട്ട് പല ഇടയ്ക്ക്, ഇന്നിപ്പോൾ അച്ഛൻ അഡ്മിറ്റ് ആണെങ്കിൽ ഞാൻ അഡ്മിറ്റാവും, പിന്നീട് അമ്മ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ അനിയത്തിയുടെ കല്യാണ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കടന്നുപോയി. അപ്പോൾ എല്ലാ ഫാമിലീസ് ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചു ഒന്ന് പ്രശ്നം വെക്കാമെന്ന്. ആ കൈമുക്കിൽ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു തൃപ്പയാർ ആ ഒരു സൈഡിനെ പറ്റിയാണ് പറഞ്ഞത്. അവിടെ എവിടെയോ മണ്ണിൻ്റെ അടിയിൽ ചെതറി വീണ് കിടക്കുന്നുണ്ട് നിങ്ങളെ ചൈതന്യം. ഭദ്രകാളി മൂർത്തിയാണ് ആ ചൈതന്യം. പിന്നെ കാവൽക്കാരനായിട്ട് വീരഭദ്രൻ എന്ന ചൈതന്യമുണ്ട് തൃപ്രയാർ ഭാഗത്ത്. ഏതോ തറവാടൊക്കെ ഇല്ല, മണ്ണിൻ്റെ അടിയിലാണ് ഇതൊക്കെ ഉണ്ടാകുക. കാരണം ഇന്നൊന്നും അങ്ങനെ ഒരു തറവാടേ ഇല്ലെന്ന അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ അതേ നമുക്കറിയില്ല. കാരണം എൻ്റെ അമ്മൂമ്മ ജനിച്ചപ്പോൾ അച്ഛനമ്മയും മരിച്ചു. അപ്പോൾ ഒരു കിട്ടുണ്ണിയമ്മ പറയാറുണ്ട് തൃപ്പയാറാണ് നിങ്ങളുടെ പൂർവിക തറവാട്. അത് മാത്രമേ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ എന്തെങ്കിലും ഒരു കോയിൻസിഡൻസ് ഉള്ളൂ.
അപ്പോൾ സത്യം ഈ ഒരു ചിന്താഗതി ഞാൻ തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ ലൈഫിൽ ഒരു പ്രശ്നം വെച്ച് ഒരു മാസം ആകുമ്പോഴേക്കും അച്ഛൻ വീണ്ടും അഡ്മിറ്റ് ആവുന്നു. പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഞാൻ സിനിമയിലുള്ള സമയം ആയതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി എനിക്കൊരാൾ വന്നു. എൻ്റെ അമ്മാവൻ പരിചയപ്പെടുത്തി തന്നാണ്. അപ്പോൾ ആ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾ ഒരു തിരുമേനിയാണ്. അയാൾ എൻ്റെ ഫ്രണ്ടാണ്. അല്ലാതെ ഞാനും അയാളുടെ സ്പിരിച്വലായിട്ട് ഒരു ബന്ധവുമില്ല. നല്ല ഫ്രണ്ട്സായിട്ട് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ലൈഫിൻ്റെ ഇടയിൽ അച്ഛൻ അഡ്മിറ്റായിട്ട് ഇവിടെ കിടക്കുന്നു, ഞാൻ ഈ സൈഡിലിരിക്കുന്നു. അപ്പോൾ ആൾ വിളിച്ചു, ഹലോ, ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ആൾ പറഞ്ഞു, ഒരു മാസമായില്ലേ പ്രശ്നം വെച്ചിട്ട്, അപ്പോൾ അന്നെ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആരും താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ കാലത്ത് ആരാണ് ഈ അമ്പലം ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് അനുസരിക്കുന്നത്? ആരും സമ്മതിക്കില്ല. അപ്പോൾ ഈ പറയുന്ന ഇടയ്ക്ക് പെട്ടെന്ന് അച്ഛന് ഓർമ്മ പോയി. അങ്ങനെ ഡോക്ടേഴ്സ് MRI സ്കാൻ, CT സ്കാൻ ചെയ്യുന്നു. ഓർമ്മ നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ആ ഓർമ്മ പോകുന്ന വേദനയില്ല. കാരണം വെച്ചാൽ സിനിമ ഭ്രാന്തായിട്ട് നടക്കുന്ന ഒരാൾ കുടുംബം മുന്നോട്ട് പോകുന്നത് അച്ഛനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ മനസ്സിലാക്കണം. കാരണം ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു പല കളിയാക്കലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുക. ആ സമയത്ത് ലൈഫിൽ അച്ഛനാണ് കുടുംബം നോക്കുന്നത്. ഞാനെന്ന് ഒരു ചെറിയൊരു പയ്യൻ, സിനിമ മാത്രം കാണുന്നൊരു പയ്യൻ, വേറൊരു ജോലിയൊന്നും ചെയ്യാത്തൊരു ചിന്തയിൽ നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ആകെ ടെൻസ്ഡായി. അപ്പോൾ CT സ്കാൻ എടുക്കുന്നു, MRI സ്കാൻ എടുക്കുന്നു. ഈ സമയത്ത് ഞാൻ ഭൂമിയിലൊരു ശപഥം ചെയ്തു. എൻ്റെ അച്ഛനെ ഓർമ്മ ഇപ്പോൾ തിരിച്ചു വരാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയായിട്ട് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ എൻ്റെ റൂമിൽ ഞാൻ കുടിയിരുത്തും. എൻ്റെ അമ്മയായിട്ടിരിക്കാം. അല്ലാതെ അമ്പലമാക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഇതിന് ശേഷമാണ് എൻ്റെ ലൈഫ് മാറിയത്. ഇതൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റായി. കാരണം ഇതിന് ശേഷം ഒരു വീടിനുള്ളിൽ ദേവിയെ കുടിയിരുത്തി. പലരും എന്നോട് ചീത്ത ഒരുപാട് പറയാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരോടൊക്കെ പണ്ട് എല്ലാ തറവാട്ടിലും മച്ചിലത്ത് ഭഗവതി ഉണ്ടായിരുന്നു. അതെ, മച്ചിൽ ഭഗവതി. ഒരു ദൈവവും ആരെയും ദ്രോഹിക്കില്ല. ഇത് നമുക്ക് സർപ്പക്കാവ് ഉണ്ടായിരുന്നു, അതേപോലെ മച്ചിലത്ത് ഭഗവതി ഉണ്ടായിരുന്നു, പല വീരഭദ്രൻ വിഷ്ണുമായ മൂർത്തികളുണ്ടായിരുന്നു. ഇതിനെയൊക്കെ നമ്മൾ മാറ്റി പേടിപ്പിച്ചു. വിഗ്രഹം വീട്ടിൽ വെക്കാൻ പാടില്ല, നമ്മളിങ്ങനെ പേടിപ്പിച്ച് നമ്മളെ ഇതെല്ലാം അമ്പലത്തിൽ കൊണ്ടുവയ്പ്പിച്ചു. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പല കാര്യങ്ങളും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ബലം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് എത്ര വൃദ്ധസദനങ്ങൾ കൂടുന്നുണ്ട്, തൃശ്ശൂർ എത്ര വൃദ്ധസദനം കൂടുന്നുണ്ട്. ലിസ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ ജില്ലകളിൽ കൂടുതലാണ്, ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അവസ്ഥ കാരണം തന്നെ നമുക്ക് നമ്മുടെ അമ്മയോ അച്ഛനോ നോക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ അമ്മയുടെ അമ്മയെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ കുളത്തിൽ ദേവിയെ നോക്കാനാ? ഇനി കുളത്തിൽ ദേവിയെ നോക്കണ്ടേ? അതൊരു വിഗ്രഹം എന്നുള്ള ചോദ്യം വരില്ലേ? അതാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു വിഗ്രഹം, നമ്മളൊരു പെറ്റിനെ മേടിച്ചു, ഒരു 10 ദിവസം ഫുഡ് കൊടുത്തിട്ട് 11ാമത്തെ ദിവസം ഫുഡ് കൊടുത്തില്ലെങ്കിൽ ആ പെറ്റിനുണ്ടാവുന്നൊരു ഫീലില്ലേ? അതെ, നിങ്ങൾ അത് തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളൊരു ഊർജത്തെ ഒരു വിഗ്രഹത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ കൊണ്ട് നടന്നിട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മളതിനെ വേണ്ടെന്ന് വെച്ചാൽ ആ ഊർജം എന്ന് വെച്ചാൽ ജീവൻ അതിലുണ്ടാവും. കാരണം വിഗ്രഹം, മെറ്റൽ, പലരും ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. കാരണം ഒരു മെറ്റലിന് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എനർജി അബ്സോർബിങ് തന്നെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ മെറ്റൽ ഉപയോഗിക്കുന്നത്. കാരണം എനർജി അബ്സോർബിങ് പവർ മെറ്റലിനുണ്ട്. അപ്പോൾ നമ്മൾ തന്ത്രി ശ്വാസം കൊടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ശ്വാസം കൊടുത്ത് അതിന് ജീവൻ്റെ ഒരു സ്രോതസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ഓരോ മന്ത്രങ്ങളിലൂടെയും ഓരോ പൂജയിലൂടെയും ഓരോ ദിവസം എത്തുമ്പോഴേക്കും അതിന് ശക്തി വരുന്നു. ചിലപ്പോൾ ഭദ്രകാളി നേരിട്ട് ഒരു വിഗ്രഹത്തിലല്ല ഇരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഭൂമിയിലൊരു ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജത്തിൽ ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ ആ ഊർജ്ജത്തിൽ ഒരു കണിക ആ വിഗ്രഹത്തിൽ പോയിട്ടുണ്ടാവും. ആ വിഗ്രഹത്തിൽ എത്തിയപ്പോൾ ആ ഭദ്രകാളി സ്വരൂപമായി കൺവേർട്ട് ആവുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഞാൻ അതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്.
തീർച്ചയായിട്ടും. അതിലൊരു കാര്യം, അതായത് അങ്ങ് പറഞ്ഞല്ലോ, അതായത് ആശുപത്രിയിൽ അച്ഛന് ഓർമ്മ നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്ത് MRI സ്കാൻ ചെയ്യുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, അതായത് അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയായി ഞാൻ കുടിയിരുത്താം, പക്ഷെ എൻ്റെ അച്ഛന് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു യഥാർത്ഥത്തിൽ? അച്ഛന് ഓർമ്മ തിരിച്ചു വന്നു. അത് ഓർമ്മ തിരിച്ചു വന്നത് എന്നോട് പറഞ്ഞത് അറ്റൻഡറാണ്. അച്ഛൻ അവിടുത്തെ ഒരു അറ്റൻഡർ, അച്ഛനെ അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ അറ്റൻഡർ ഓടി വന്നു, അച്ഛന് ഓർമ്മ തിരിച്ചു വന്നു. ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചു എന്താ കാരണം ചോദിച്ചു. അവന് എന്തോ ഒരു കാരണം പറഞ്ഞു, അവർ പറഞ്ഞു പോയി. കാരണം അവർക്ക് തന്നെ അറിയാത്ത ഒരു റീസണിൽ ഇത് വന്നു. അപ്പോൾ എവിടെയോ ഒരു സുപ്രീം പവർ അവിടെ ഉണ്ടാവും. ആ ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ വിഗ്രഹം വെക്കണമെന്നൊരു ഇതായി. അപ്പോൾ എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല. എന്നോട് തിരുമണി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടോയെന്ന്. അന്ന് രാത്രി എൻ്റെ സ്വപ്നത്തിലോ എൻ്റെ തോന്നലുകളിലോ വന്ന സംഭവങ്ങളാണ്. ഒരിക്കലും ഞാൻ ദേവി എന്നെ തോന്നിപ്പിച്ചെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഉപബോധ മനസ്സിൽ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് എന്നെ ഈ 15 വർഷത്തിലേക്ക് എത്തിച്ചത്. അത് ചിലപ്പോൾ എൻ്റെ തോന്നലുകളാവാം, പക്ഷെ എവിടെയോ ഒരു സത്യമുണ്ടാവും. കാരണം ഞാൻ ഇന്ന് നവചണ്ഡികഹോമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സത്യം ഉണ്ടാവും. അതെ, ഞാൻ ആ സത്യത്തെ തിരിച്ചറിയാണ്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ശിവനെ ചവിട്ടി നിൽക്കുന്ന രൂപം അതാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെക്കണം ഞാൻ എൻ്റെ തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു ഒരിക്കലും വെക്കാൻ പാടില്ല, നല്ല ഭഗവതി രൂപമായിട്ട് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ആൾ പൂജ ചെയ്യുന്ന അമ്പലത്തിൽ പോയി. തിരുമേനി ഞാൻ അപ്പോൾ ഭഗവതിയായിട്ട് വെച്ചാൽ മതിയോ ചോദിച്ചു. വേണ്ട, രാഹുലിന് എന്താണ് മനസ്സിൽ തോന്നിപ്പിച്ചത് അതുപോലെ ചെയ്യുക, അതാണ് ദേവിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം തിരുമേനി പറയാമെന്ന് വെച്ചാൽ എനിക്ക് അറിവില്ലല്ലോ. പക്ഷെ തിരുമേനി വീണ്ടും പറഞ്ഞു രാഹുൽ ചിന്തിക്കുന്നതാണോ അതാണ് ചെയ്യുക, പ്ലീസ് രാഹുലിന് എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ വിഗ്രഹം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. അതിനുശേഷം ദേവി എന്നോട് പറഞ്ഞു, വീണ്ടും ഒരു പ്രശ്നം ദേവി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യം. രാവിലെ പോർക്കാളി ഒരു 9 മണിയാകുമ്പോഴേക്കും ദുർഗാരൂപത്തിലെത്തുന്നു, രാത്രി മഹാകാളിയിലെത്തുന്നു. കാരണം ഇരുട്ടാണ് മഹാകാളി. കാരണം ഇരുട്ടെന്നാണ് എല്ലാം ഉദ്ഭവിച്ചത്. കാരണം ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ആദ്യം ഇരുട്ടാണ്. എൻ്റെ ഭൂമി ഉണ്ടായി, ചന്ദ്രനും സൂര്യനുണ്ടായി, ഓരോ ഗ്രഹങ്ങളുണ്ടായി. ഭൂമി ജീവൻ നിലനിൽക്കാൻ കാരണം ഞാൻ എൻ്റെ വിശ്വസിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ എല്ലാവരെയും ഇതിലുള്ളിൽ നിൽക്കുന്നുണ്ട്, അവരുടെ രശ്മികളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഭൂമിയിൽ നമുക്ക് ജീവൻ നിലനിൽക്കാൻ എന്തോ ഒരു സംഭവം ഉണ്ട്. കാരണം സൂര്യനും ചന്ദ്രനും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. കാരണം സൂര്യനുള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ചന്ദ്രനും സൂര്യനും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ലോകത്തെ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല ദിവസങ്ങളും വിശേഷ ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുന്നത് വെളുത്തവാവും കറുത്തവാവാണ്. കാരണം നക്ഷത്രങ്ങൾ മനുഷ്യരുണ്ടാക്കിയതായിരിക്കില്ലേ, നമുക്ക് ചിന്തിച്ചാലോ. ഒരു യുക്തിഹിതമായിട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യരുണ്ടാക്കിയതല്ലേ. ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സത്യം എന്താണ്? വെളുത്തവാവ് കറുത്തവാവ്. കാരണം ആ സമയത്ത് വെളുത്തവാവ് വെച്ചാൽ വെളിച്ചം പകർന്ന ദിവസം. കറുത്തവാണെങ്കിൽ നമുക്ക് ആ ഭൂമിയിൽ കാണാം, പല കടലിലും. ഇപ്പോൾ ധർമ്മടം ഐലൻഡിൽ കരയായി മാറുന്ന സംഭവമില്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ദിവസങ്ങളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ദേവി എന്നോട് പറയുന്നത്, വെളുത്തവാവ് തൊട്ട് കറുത്തവാവ് എത്തുന്നവരെ സ്വാർത്ഥികമായിട്ട് പൂജ ചെയ്യുക, കറുത്തവാവ് സമയത്ത് ശാക്തേയ പൂജ ചെയ്യുക. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല, ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ സ്വപ്നം കണ്ടു. പിന്നെ ഞാൻ അറിയാൻ ശ്രമിച്ചു എന്താണിതെന്ന്, ശാക്തേയം എന്താണെന്നും സ്വാർത്ഥികം എന്താണെന്ന്. ഇതിനു മുമ്പ് ഞാൻ മിക്കവാറും കാണുന്ന കാര്യം വെച്ചാൽ ശാക്തേയം പറഞ്ഞാൽ കളിയാക്കൾ തന്നെയാണ് ഫുൾ. സോ അത് ശാക്തയും സ്വാർത്ഥികം തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ പറയുക. ചേട്ടൻ പാലും തൈരും കുടിച്ചിട്ട് എന്നോട് ദേഷ്യമുണ്ട്. അപ്പോൾ സംസാരിക്കാൻ വരുന്നു, പാലും തൈരും ഇതൊക്കെ കുടിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ വന്നു. അതിലുണ്ടാവുന്ന താങ്കളൊരു ഊർജ്ജമില്ലേ, ആ ഒരു പവറില്ലേ. ഇനി താങ്കൾ ആ സ്ഥാനത്ത് മദ്യവും ചിക്കനും എല്ലാം കഴിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടാൻ വരുന്നു. പടി വന്ന് വീണിട്ടുണ്ടാവും എൻ്റെ മുഖത്ത്. അപ്പോൾ ആ ഒരു ഊർജ്ജത്തിൻ്റെ വ്യത്യാസമില്ലേ, തീർച്ചയായിട്ടും ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു ഊർജ്ജത്തിൻ്റെ വ്യത്യാസം. ഇത് തന്നെയാണ് ശാക്തിയും സാത്വികവും. കാരണം ഊർജ്ജം കഴിയുമ്പോൾ ഒരു എനർജൈസിങ് എന്ന പ്രോസസ്സാണ് ശാക്തീയത്തിൽ നടക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം